ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു രാവിലെ മുതൽ ഉച്ചവരെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ രാവിലത്തേക്ക് വേണ്ടിയിട്ട് പത്തിരിയും ചിക്കൻ കുറുമയാണ്. അപ്പോൾ ചിക്കൻ കുറുമക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടി 2 സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, പച്ചമുളകും വെളുത്തുള്ളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി കട്ട് ചെയ്തും പിന്നെ വെളുത്തുള്ളി കട്ട് ചെയ്തും മതി കേട്ടോ. പിന്നെ കുറച്ച് നട്ട്സ് ഞാൻ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ സോക്കായി കിട്ടും. ഒരു 10-15 മിനിറ്റ് ഇരിക്കുമ്പോൾ തന്നെ സോക്കായി കിട്ടും. പിന്നെ ഞാൻ വെളിച്ചെണ്ണയും നെയ്യും ഒരല്പം നെയ്യും കൂടി ചേർത്തിട്ടുണ്ട്. അതിലേക്കാണ് സവാളയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ അത് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ അരച്ച് എടുക്കാനുള്ളതാണ്. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നട്ട്സും ഒന്ന് അരച്ചെടുക്കാനുണ്ട്. പിന്നെ തേങ്ങാപ്പാൽ, ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ എടുക്കാനുണ്ട്. പിന്നെ സവാള ഉണ്ടല്ലോ, അത് തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതും ഒന്ന് അരച്ചെടുക്കാനുണ്ട്. തേങ്ങാപ്പാൽ 1-ാം പാൽ ഒരു 3/4 കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ 2-ാം പാൽ ഒരു കപ്പോളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ തേങ്ങാപ്പാൽ നമുക്ക് പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റും കേട്ടോ. നല്ലപോലെ അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് തേങ്ങാപ്പാൽ പിഴിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ച് എടുക്കുക. നന്നായിട്ട് തന്നെ തേങ്ങാപ്പാൽ നമുക്ക് എടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഞാൻ ആ പാൻ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കഷ്ണം കറുവാപ്പട്ടയും പിന്നെ 2-3 ഏലക്കയും 2-3 ഗ്രാമ്പും ഇട്ടിട്ടൊന്ന് മൂപ്പിച്ച ശേഷം അതിലേക്ക് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ആ പൊടികൾ ചേർക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു, അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി പിന്നെ നമ്മൾ സവാളയൊക്കെ അരച്ച് വെച്ചില്ല അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് കുറച്ച് ജാറ് കഴുകിയിട്ട് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ 2-ാം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് ചിക്കൻ വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല, ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10-20 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതിലേക്ക് ആ നട്ട്സ് അരച്ചതും കൂടി ചേർത്തിട്ട് അല്പം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1-ാം പാലുണ്ടല്ലോ അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തിള വരുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അല്ലെങ്കിൽ തിളപ്പിക്കണമെന്നില്ല, തേങ്ങാപ്പാൽ ഒഴിച്ചിരിക്കുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്താലും കുഴപ്പമില്ല. ഇനി ചെറിയൊരു തിള വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം. അപ്പോൾ ഞാനൊരു ചെറിയ തിള വന്നപ്പോൾ തന്നെ അത് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചിക്കൻ കുറുമയും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കിച്ചണൊക്കെ ഒന്ന് ഒതുക്കി കഴുകാനുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതിന് ശേഷം ഇനിയിപ്പോൾ ചായക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലാണ് കേട്ടോ. അപ്പോൾ പത്തിരി വാങ്ങിക്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അങ്ങനെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഒതുക്കി പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതിന് ശേഷം മുറ്റം ഒന്ന് അടിച്ചു വരാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
ഇന്നിപ്പോൾ ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ട് പരിപ്പ് കറി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ചീര ഞാൻ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അതും തോരൻ വെക്കാനുണ്ട്. പിന്നെ ചിക്കനും ഞാൻ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതും എടുത്ത് പുറത്ത് വെച്ച് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഷമ വാങ്ങിച്ച് തരിപ്പുണ്ടായിരുന്നു. അതൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് ഫ്രീസറിലേക്ക് വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾ വൈകുന്നേരം സ്കൂളും കോളേജൊക്കെ ഇട്ട് വരുമ്പോൾ ജ്യൂസ് ആക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ഇതേപോലെ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കും. അങ്ങനെ അതും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ഇനി ചീര ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി പരിപ്പൊന്ന് താളിച്ചെടുക്കാനുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് ഉള്ളിമുളക് ഇടിച്ച് മൂപ്പിച്ചിട്ട് അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി അല്പം മുളക് പൊടി ഇട്ടിട്ട് കറിവേപ്പില ഇട്ടിട്ട് പരിപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള പരിപ്പ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇനിയിപ്പോൾ ചിക്കനും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞു. ഞാനെല്ലാം വർക്ക് ഏരിയയിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്റ്റവും കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സിങ്കൊക്കെ ഒന്ന് കഴുകി ഒന്നെല്ലാം ഒന്ന് നീറ്റാക്കി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ കിച്ചണിലിരിക്കുന്ന പ്ലാന്റ്സൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് നനച്ചിട്ട് ഒന്ന് പോട്ടൊക്കെ ഒന്ന് നീറ്റായിട്ട് തുടച്ച് ഒന്ന് ഇത് തന്നെയാണ് കേട്ടോ തിരികെ വെച്ച് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ കുറച്ച് ഉണങ്ങിയത് കൂടി മടക്കി കബോർഡിലേക്ക് വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി ഒന്ന് ചെയ്യാനുള്ളൂ. അങ്ങനെ കുളിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒരു 1:30 1:45 ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.